സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോണത് നമ്മളൊരു 3 ട്രേഡ് ഇട്ട വീഡിയോ കഴിഞ്ഞ ആഴ്ചേൻ്റെ മുമ്പത്തെ ആഴ്ച എന്തോ ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് വീഡിയോ നമ്മളൊരു 3 ട്രേഡ് ഇട്ടേണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളും, ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ പേര് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു ഫ്യൂച്ചർ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്താണ് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നിങ്ങൾക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൂടി കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോണത് AUD/USD ആണ്. ഓക്കെ, AUD/USDൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും. ഒരു റെക്കോർഡിങ്സ് ആണ് കേട്ടോ, സ്ക്രീൻ റെക്കോർഡിങ്സ് ആണ്. ലൈവായിട്ട് ഇപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് നിങ്ങൾ കാണുന്നുണ്ട്. ആ റെക്കോർഡിങ്സ് ഉണ്ടല്ലോ, ആ റെക്കോർഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇട്ട ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ആയത് ഈ ഒരു ഡേറ്റിലാണ് കേട്ടോ. ജൂൺ 2-ാം തീയതിയാണ് എൻ്റർ ആയത്. ഇന്ന് ജൂൺ 17 ഓക്കെ, ജൂൺ 2, ജൂൺ 17, ഏകദേശം 15 ദിവസമായി ഈ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും 4 അവർ ക്യാൻഡിലാണ്. ഭയങ്കര ലോങ് ടൈം എടുത്ത് കയറുന്നൊരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് AUD/USD ആണ്. ഓക്കെ, നിങ്ങൾ 4 അവർ ക്യാൻഡിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റും. കാരണം ഇപ്പോൾ പെട്ടെന്ന് SL അടിക്കുക, പെട്ടെന്ന് TP അടിക്കുക, അങ്ങനത്തെ ഒരു പ്രതിഭാസം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 അവറും 4 അവറും ബെസ്റ്റ് ടൈം ഫ്രെയിമാണ്. നിങ്ങൾ എത്ര തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ട്രേഡ് എടുത്തിട്ട് എത്ര ലോസ് വന്നോട്ടെ, ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ലോസ് വരില്ല, പെട്ടെന്നൊന്നും TP അടിക്കില്ല. ടൈം എടുത്തിട്ടേ ഇവിടെ TP അടിക്കുള്ളൂ. ഓക്കെ, SL ആണെങ്കിലും, പക്ഷെ നമ്മൾ എടുക്കുന്നതിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഒരു 80% നമ്മളത് TP അടിക്കലുണ്ട്. ഓക്കെ, നമ്മൾ 3 ട്രേഡ് ഇട്ടിട്ടുണ്ട്. അതിലൊന്നാണ് AUD/USD അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, എന്തുകൊണ്ടും AUD/USD നമ്മൾ 1:2, അതായത് ഞാൻ 1%, എൻ്റെ അക്കൗണ്ടിൻ്റെ 1% എന്ന് പറയുന്നത് $50. ഓക്കെ, $50 ഈ $50 1:2 റേഞ്ചാണ്. അതായത് $50 ഞാൻ റിസ്ക് വയ്ക്കുമ്പോൾ എനിക്ക് എങ്ങനെയായാലും $100 പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ഞാൻ എന്താണ്, ഇവിടെ വരെയാണ് എൻ്റെ ടാർഗറ്റ് ഉള്ളത്. ഓക്കെ, ഇവിടെ വരെയാണ് എൻ്റെ ടാർഗറ്റ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാവും 1:1.3 1.4 ഒക്കെ ആയിട്ട് വരിക. അങ്ങനത്തെ സ്വാഭാവികത്തിൽ ഞാൻ ട്രേഡ് ഇടാറില്ല. ബട്ട് കുറേ കാലമായിട്ട് ട്രേഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയത് കണ്ടതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇത് എൻ്റർ ചെയ്തിട്ട് 1:2 എന്നുള്ള റേഞ്ചിൽ ഞാൻ വെച്ചു. 1:2 എന്നുള്ള റേഞ്ചിൽ വെച്ചപ്പോൾ എനിക്ക് ഇതുവരെ കയറ്റി വെക്കേണ്ടി വന്നു. അതായത് AUD/USDയിൽ എൻ്റെ എൻ്റർ പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം 64,604 ഓക്കെ, 64,600 0.64,400 കേട്ടോ. 64,600 ഇതാണ് എൻ്റെ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ SL എന്ന് പറയുന്നത് സ്വിങ്ങിൻ്റെ ലോയിലാണ്. ഈ സ്വിങ്ങിൻ്റെ ലോയില് അതായത് 64,060 ഓക്കെ, ഇതായതാണ് 0.64063 ഓക്കെ, ഇതാണ് എൻ്റെ എൻട്രി SL പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി TP എന്ന് പറയുന്നത് ഏകദേശം 0.65829 ഇതാണ് TP എന്ന് പറയുന്നത്. അതായത് 1:2 റേഞ്ച്, ക്ലിയർ 1:2 റേഞ്ച്. ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ട്രേഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ഫോളോ ചെയ്യണം. ഇത് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ഇത് മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ഇത് ഡിസിപ്ലിൻ്റെയും കൂടി ഭാഗമാണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും പ്രോഫിറ്റബിളും ആവില്ല. നിങ്ങളെ അക്കൗണ്ട് ഒരു കാലത്തും എന്താണ് $5,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് 5,001 ആവില്ല, 5,002 ആവില്ല, 5,003 ആവില്ല. അത് എപ്പോഴും 4,000 ഓക്കെ, റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, ഡിസിപ്ലിൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഡിസിപ്ലിനിൽ പെടുന്നതാണ് ഓവർ ട്രേഡ് ഒഴിവാക്കുക,
അതേപോലെ തന്നെ അനാവശ്യമായിട്ട് എൻട്രീസ് കിട്ടാത്ത ടൈമിൽ ട്രേഡ് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിനൊരു ഉറപ്പില്ല ഈ ട്രേഡ് വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യങ്ങളിൽ ട്രേഡ് എടുക്കണം, അതും കൂടി ഒഴിവാക്കണം. സോ അത് ഒഴിവാക്കിയാലേ നിങ്ങൾ ട്രേഡിൽ വിജയിക്കുള്ളൂ. നിങ്ങൾ ആ കാര്യം നോട്ട് ചെയ്യുന്നെ വേണം. ഓക്കെ, ഡിസിപ്ലിൻ ട്രേഡിങ്ങിൽ മസ്റ്റ് ആ ഡിസിപ്ലിൻ. പിന്നെ വരുന്നതാണ് റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ തന്നെ ഫോളോ ചെയ്തിരിക്കണം. സോ AUD USDൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് USD JPY ആണ്. സോ USD JPYൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ USD JPYയിൽ നമ്മൾ ഏകദേശം 10-12 ദിവസമായി ട്രേഡ് ഇട്ടിട്ട് AUD USD എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് USD JPY. USD JPYയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് നമുക്ക് ഒരു OB കിട്ടിയിട്ടുണ്ട്. OBയിൽ വന്ന് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, മേളിലോട്ട് പോയി, വീണ്ടും ഇറങ്ങി വന്നു, റീടെസ്റ്റ്, വീണ്ടും കയറി, അതേപോലെ തന്നെ ഇറങ്ങി, വീണ്ടും കയറി, വീണ്ടും ഇറങ്ങി, വീണ്ടും കയറി. ഇനി കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതാണ് ഞാൻ ഇന്നലെ എൻ്റെ കമ്മ്യൂണിറ്റി ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇനാക്റ്റീവാണ്. സോ അത് ആക്റ്റീവാക്കാൻ നോക്കണം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും ആക്റ്റീവാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും, എല്ലാവരും ട്രേഡ് ഇടുന്നുണ്ട്, എല്ലാവരും അവരുടെ സജഷൻസ് പറയുന്നുണ്ട്, നമ്മളും ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കൊടുക്കലുണ്ട്. സോ ഇന്നലെയും ഞാൻ പറഞ്ഞു USD JPYയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇടുന്നവർ ഇട്ടോ എന്നുള്ളത്. സോ ആരൊക്കെ ഇട്ടു എന്നുള്ളത് എനിക്കറിയില്ല. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നുകൊണ്ട് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റും എങ്ങനെയൊക്കെ ഏതൊക്കെ ലെവലിൽ വരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കും കാണാൻ പറ്റും. സോ ഇന്നലെ നമ്മൾ ഇടുമ്പോൾ ഈ ഒരു ലെവലിലായിരുന്നു. സോ ഇത് കുറച്ച് അടിയിലോട്ട് പോയിട്ട് കയറി. സോ ആ ലെവലിൽ നിങ്ങൾ എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നിങ്ങളിപ്പോൾ ഒരു 0.01 ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു $4-5 പ്രോഫിറ്റബിൾ ആയിരിക്കും ഇപ്പോൾ. സോ ഇത് ഞാൻ ഏകദേശം 1:2 തന്നെയാണ് ഇട്ടുള്ളത്. ഇത് എനിക്ക് ഏകദേശം കറക്റ്റാണ് 1:2 എന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1:2 എന്നുള്ളത് കറക്റ്റ് ലെവലാണ്. ഓക്കെ, സോ ഈ ലെവലിൽ എന്ന് പറയണത് എൻ്റെ SL എന്ന് പറയുന്നത് ഏകദേശം 141.750 എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് 144.220 എൻ്റെ TP പൊസിഷൻ എന്ന് പറയുന്നത് 148.880 സോ ഇതാണ് എൻ്റെ പൊസിഷൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. ഡിസ്കോഡിൻ്റെ ലിങ്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അതിൽ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം കുറേ പേരുണ്ട്, ഏകദേശം 200-250 മേലെ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് മെമ്പേഴ്സായിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും അവരുടെ സജഷൻസ് തരുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മീഡിയം റേഞ്ച് ആൾക്കാരുണ്ട്, എല്ലാവരും അടങ്ങിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളിത്. ഓക്കെ, സോ ഇതാണ് USD JPYൻ്റെ ഒരു സംഭവം ഇങ്ങനെയാണ്. സോ സിമ്പിളാണ്. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ്കോയിൻ അവോയ്ഡ് ചെയ്തോ, ഗോൾഡും അവോയ്ഡ് ചെയ്തോ. നിങ്ങൾ ഫോറക്സ് കറൻസീസ് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതി. ഈ ഫോറക്സ് കറൻസീസ് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റും. ഗോൾഡ് പെട്ടെന്ന് മൂവ്മെൻറ്റ് നടത്തി ഓരോ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ നിങ്ങൾ ഫോറക്സ് കറൻസി പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. സോ സ്റ്റാർട്ടിങ്ങിലേ പോയിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഗോൾഡിൽ പോയി ചാടിക്കഴിഞ്ഞാൽ കയ്യിലുള്ള മൊത്തം കാശും പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരടുത്തൊന്നും കടം വാങ്ങിയിട്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാശുണ്ടോ ഇനിയിപ്പോൾ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കിട്ടും. ഫണ്ടഡ് അക്കൗണ്ട്സ് എടുക്കുക ചെയ്യുക. ഒരു 3000-4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപയുടെ 4.5 ലക്ഷം രൂപയുടെ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പിലുണ്ട്. സോ ഗ്രൂപ്പിൽ ഞാനുണ്ടാവും. എൻ്റെ പേര് രോഹിത് എന്നാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് റിപ്ലൈയും കിട്ടുന്നുണ്ട്. റിപ്ലൈ കിട്ടാത്തവർക്ക് ഉടനെ തന്നെ റിപ്ലൈ തരുന്നതുമാണ്. ഓക്കെ, സോ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയും കാര്യങ്ങളൊക്കെ കോഞ്ഞാട്ടായി പോകും. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാക്സിമം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ബിറ്റ് കോയിൻ ആണ്. ബിറ്റ് കോയിൻ ഞാൻ എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ബിറ്റ് കോയിൻ ഓൾറെഡി ട്രേഡൊക്കെ എൻഡായി. ബിറ്റ് കോയിനിലെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനും ഗോൾഡൊക്കെ പെട്ടെന്ന് മൂവ്മെൻറ്റ് നടത്തുന്നതാണ്. ബിറ്റ് കോയിൻ എന്ന് പറയണത് എന്താണ്, ന്യൂസിന് ഇതായിട്ടിരിക്കുന്ന ഓരോ പേഴ്സാണ്. ഓക്കെ, ന്യൂസ് എന്തെങ്കിലുമൊക്കെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും എക്കണോമിക് ക്രൈസിസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ പെട്ടെന്ന് അങ്ങോട്ട് താഴും, പെട്ടെന്ന് അങ്ങോട്ട് പൊന്തും. ഓക്കെ, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ബിറ്റ് കോയിനിലുണ്ട്. സോ ഫണ്ടഡ് അക്കൗണ്ട്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാം. റിയൽ ഫണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു കാലത്തും എന്തായാലും വലിയ ഫണ്ടുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3-4 ലക്ഷം ഉറുപ്പ്യയിലും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണം. ഓക്കെ, സോ എന്തായാലും ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കാം. ബിറ്റ് കോയിൻ്റെ നമ്മൾ 1:2 റേഞ്ച് തന്നെയാണ്, 1:2 അല്ല, ഏകദേശം 2800 7000 സംതിങ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1:2 പോയിൻറ്റ് സംതിങ് റേഞ്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇത് കണക്ക് കൂട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ, അതായത് ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഹൈ കവർ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഹൈ കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് റിജക്ഷൻസ് കിട്ടിയൊരു പ്ലേസാണ് ഇവിടെ, ഇതിൻ്റെ അടിയിലാണ് ഞാൻ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. സോ ഇനി ഇത് താഴ്ന്ന് പോകുന്ന ഉറപ്പുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആവണം. ഈ റേഞ്ച് ബ്രേക്കായ ഉറപ്പിച്ചോ ഇത് അടിയിലോട്ട് പോകും. ഏകദേശം റേഞ്ച് എന്ന് പറയണത് 104.320, 1,04,320 റേഞ്ച് ബ്രേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അത് ബിറ്റ് കോയിൻ അടിയിലോട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. സോ നമുക്ക് ഇവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ആ റേഞ്ചിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല. നമ്മളെന്തായാലും ബിറ്റ് കോയിൻ ഒരു ലെവൽ കയറി അടുത്ത ലെവലിലേക്ക് ഇറങ്ങിയതാണ്. ഇനി വീണ്ടും ആ ലെവലിൽ നിന്ന് അടുത്ത് സ്വിങ് ക്രിയേറ്റ് ചെയ്ത് മേളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. അല്ലാതെ മാർക്കറ്റിൽ ചറ പറ വലിച്ച് ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നിങ്ങൾ ബിഗിനറാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് ഒന്നും എടുക്കണ്ട. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്ലേലിസ്റ്റിൽ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ കാണുക, കണ്ടിട്ട് നിങ്ങൾ ഡൗട്ട് വന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഡൗട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഈ ലക്ഷങ്ങളും 1000ങ്ങളും കൊടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവർ നിങ്ങളെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞയക്കും. നിങ്ങളെങ്ങനെ ഒരു പ്രോപ്പർ ട്രേഡർ ആക്കണം എന്നൊന്നും അവർ പറഞ്ഞു തരില്ല. അത് ഒരു ഫാക്റ്റാണ്. കാരണം അവർക്ക് നിങ്ങളെ കാര്യം മാത്രമല്ല, ഒരു 100 കൂട്ടം ആൾക്കാരുണ്ടാവും അവിടെ. സോ ഇവരെ കാര്യങ്ങളെല്ലാവരും അവർ നോക്കണം. സോ നിങ്ങളെ കാര്യത്തിലൊന്നും അവർ വലിയ വിലയൊന്നും വെക്കില്ല. സോ നിങ്ങൾ സെൽഫായിട്ട് ലേൺ ചെയ്യുക. ഞാനിപ്പോൾ എവിടെയും പോയിട്ടൊന്നുമല്ല പഠിച്ചത്. ഞാൻ കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിച്ചു. പക്ഷേ ടൈം എടുക്കും. ഒറ്റ രാത്രി കൊണ്ട് അംബാനി ആവാം, ഒറ്റ രാത്രി കൊണ്ട് അദാനി ആവാം, അതേപോലെ തന്നെ എലോൺ മസ്ക് ആവാമെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എലോൺ മസ്ക് പോയിട്ട് ഒരു പിച്ചക്കാരൻ പോലും ആവില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. സോ മാർക്കറ്റിൽ ഇരിക്കുക, ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കുക. എന്നാലേ വല്ല കാര്യമുള്ളൂ. അല്ലാതെ ഒരു കാര്യവും മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നില്ല. മാർക്കറ്റ് പിന്നെ നമുക്ക് ചില ടൈമിൽ പിടി കിട്ടില്ല. ഗോൾഡൊന്നും വർഷത്തിൽ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പിടി കിട്ടില്ല. അത് വേറെ കാര്യം. നിങ്ങൾ കറൻസി പേസ് നോക്കി ട്രേഡ് ചെയ്തോ, ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയി തോന്നുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുക. ബിഗിനേഴ്സ് ഇരുന്ന് ട്രേഡ് ചെയ്യുക. ഓക്കെ, ട്രേഡ് ചെയ്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റപ്പാക്കി എടുക്കുക. അത്രേ ഇവിടെ ചെയ്യാനുള്ളൂ. അല്ലാതെ കുറേ കാര്യങ്ങൾ അങ്ങനെ നോക്കാം ഇങ്ങനെ നോക്കാം എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്തായാലും എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി ട്രേഡൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കുക. സോ മഴയൊക്കെയാണ്, എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. വെറുതെ തോട്ടിലും അവിടെയും പുഴയിലും കുളത്തിലൊന്നും പോയി ചാടാതിരിക്കുക, സേഫായിട്ടിരിക്കുക. ഓക്കെ, സോ ഒഴിവൊക്കെ വരുമ്പോൾ ട്രേഡ് നോക്കാൻ ശ്രമിക്കുക, ജോലിക്ക് പോകണവരൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തന്നു. സോ ഇനി എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കും.
സോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കും. സോ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെയ്ക്കും ബൈ.